സംസ്ഥാനത്ത് നാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ പോലും കേസെടുക്കാൻ വ്യവസ്ഥയില്ലെന്ന് വനം വകുപ്പ്. കേസെടുക്കാനാവുക കേരള നാട്ടാന പരിപാലന ചട്ടവും വന്യജീവി സംരക്ഷണ നിയമവും ലംഘിക്കപ്പെട്ടാൽ മാത്രം. കഴിഞ്ഞ 4 വർഷത്തിനിടെ നാട്ടാന ആക്രമണത്തെ തുടർന്ന് ചട്ടലംഘനത്തിന് കേസെടുത്തത് 12 എണ്ണം മാത്രം. ഇതോടെ നിയമപരിഷ്കരണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഈ നാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ പോലും കേസെടുക്കാൻ കഴിയില്ല, വ്യവസ്ഥയില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്താണ് ഇതിന്റെ സാങ്കേതികത്വം? നാട്ടാനയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു മാർഗരേഖയോ നിയമനിർമ്മാണമോ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ നാട്ടാനയുടെ ആക്രമണം ഉണ്ടായാൽ നിലവിലിപ്പോൾ വന്യജീവി സംരക്ഷണ നിയമവും ഒപ്പം തന്നെ നാട്ടാന പരിപാലന നിയമപ്രകാരം മാത്രമാണ് കേസെടുക്കാൻ കഴിയുന്നത്. മറ്റു തരത്തിലൊന്നും തന്നെ കേസെടുക്കാനോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 12 കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2021 ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധേയമാണ്. 2020 2 കേസും 2022 1, 2023 3, 24 6 കേസുകളാണ് ഈ നാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന നിയമപ്രകാരവും കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആക്രമണ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. 100-ലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണം വേണം എന്നുള്ളൊരു ആവശ്യം പ്രധാനമായിട്ടും ഉയരുന്നത്. നിലവിലിപ്പോൾ ഈ നാട്ടാനയെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ക്ഷേത്രങ്ങളിലെ പരിപാടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികളിലാണെങ്കിൽ ക്ഷേത്രത്തിലെ പരിപാടിക്ക് മാത്രമാണ് നിലവിലിപ്പോൾ ഇൻഷുറൻസ് വേണം എന്നുള്ളൊരു നിർദ്ദേശമുള്ളത്. എന്നാൽ ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ ആനയെ കൊണ്ടുവരുന്നതായിട്ടുള്ള പല പരിപാടികളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഉദ്ഘാടന പരിപാടികളുണ്ട്. ഒപ്പം ആന റോട്ടിലൂടെ പോവുകയോ അല്ലെങ്കിൽ ആന മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തൊക്കെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ വനം വകുപ്പിൻ്റെ പരിശോധനകൾ നടത്താനോ ഒന്നും തന്നെ കൃത്യമായ നിയമനിർമ്മാണം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വരുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പരിഷ്കരിക്കണം എന്നുള്ളൊരു ആവശ്യം പ്രധാനമായിട്ടും ഉയരുന്നത്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.